ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ നാട്ടിൽ പോകുന്ന അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത് രാത്രിക്കാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. പിന്നെ ഇന്നത്തെ പ്രിപ്പറേഷനും നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ വേണ്ട ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് ഐഷുവിൻ്റെ ട്രോളിയിലേക്ക് അവൾ ഫെസിലിൻ്റെ ഡ്രസ്സൊന്നും ഇട്ട് വെക്കുന്നതാണ്. ഇതിലങ്ങനെ കുറേ ഡ്രസ്സൊന്നും പിടിക്കില്ല, പിന്നെ ഹാൻഡ് ബാഗായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യമുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇതിലേക്ക് വെക്കുന്നത്, നമുക്ക് വേഗം എടുക്കാൻ പറ്റുന്നതല്ലോ. അതെല്ലാം ഒന്നും ഇപ്പോൾ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. നാട്ടിൽ പോകുന്ന പെട്ടെന്ന് തീരുമാനിച്ചുണ്ടോ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിട്ടാ. ഇപ്പോൾ എല്ലാം ഒന്ന് തിരക്കുടിച്ച് എല്ലാം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഡ്രസ്സെല്ലാം അത്യാവശ്യമുള്ളത് മാത്രം ഇപ്പോൾ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ട്രോളിയിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് ഇടാനുള്ള ഡ്രസ്സും പിന്നെ കുറച്ച് കുട്ടികളുടെ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ട്രോളിയിലേക്ക് എടുത്ത് വെക്കുന്നതാണ്. ഞാൻ പിന്നെ പുതിയതായിട്ട് ഡ്രസ്സൊന്നും കുറേ ഒന്നും വാങ്ങിയിട്ടില്ല. ഡെയിലി വെയറായിട്ട് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് മാത്രം വാങ്ങിയതാണ്. അവർക്ക് ഡെയിലി വെയറെല്ലാം മോശമായി പോയിട്ടുണ്ടായിന്, അങ്ങനെ ഡെയിലി വെയർ മാത്രമേ ഞാൻ വാങ്ങിയിട്ടു. പിന്നെ അത്യാവശ്യമുള്ള ഡ്രസ്സെല്ലാം അവർക്ക് വാങ്ങിയതുണ്ടായിന്, പിന്നെ അധികം വാങ്ങാനൊന്നും നിന്നിട്ടാ. ഇപ്പോൾ ശരിക്കും ഇന്ന് രാത്രിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ഞാൻ രാവിലെയാണ് കേട്ടോ ഈ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നത്. രാത്രി ആയതുകൊണ്ട് രാവിലെ സമാധാനത്തിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് മടി പിടിച്ചിട്ട് അധികം എടുത്ത് വെക്കാതെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഇന്ന് എല്ലാം പിന്നെ ഒന്ന് സ്പീഡായി, പിന്നെ തിരക്ക് പിടിച്ചുപോയി. ഇന്ന് കുറേ പണി ബാക്കിയുണ്ടായിന്, കുറേ ഇത് വൃത്തിയാക്കാനും റൂമെല്ലാം ഒന്ന് അടുക്കി വെക്കാനെല്ലാം ഉണ്ടായിന്. നാട്ടിലെല്ലാം ഇപ്പോൾ ചൂടാന്ന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് കുറച്ച് നൈറ്റിയാണ് വാങ്ങിയത്. രാത്രിക്കെല്ലാം ഇടാൻ അതല്ല ചൂടിന് നല്ലത്. നൈറ്റി ഇത് നല്ലതാണ് കേട്ടോ. ഇവിടുത്തെ നൈറ്റി കുട്ടികൾക്ക് ഇട്ടിട്ട് കാണാനും നല്ല രസമാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതെല്ലാം ഞാനൊരു ട്രോളിയിലിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. നാട്ടിലേക്ക് കൊണ്ടുപോകാത്ത കുറേ ഡ്രസ്സും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനെയെല്ലാം ഉണ്ടായിന്, അതെല്ലാം ഇപ്പോൾ ഒന്ന് ട്രോളിയിലേക്ക് ഇട്ടെടുത്ത് വെക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ റൂമ് റെൻറ്റിന് കൊടുത്തോണ്ട് നമുക്ക് കബോർഡിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇത് ഞാൻ ഈ ട്രോളിയിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഈ ഡ്രസ്സെല്ലാം ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാത്ത ഡ്രസ്സെല്ലാം ഇങ്ങനെ ട്രോളിയിലിട്ട് എടുത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ നമുക്ക് കബോർഡിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേറെ ആൾക്കാർ വരുമ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ ഡ്രസ്സെല്ലാം വെക്കാനല്ലോ, അതുകൊണ്ട് കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതാ അതിന് പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് ഇത് കാർബോർഡിലാക്കി വെക്കുന്നതാണ്. അധികം ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ നട്ട്സും അങ്ങനത്തെ എല്ലാം കുറച്ച് വാങ്ങിയതല്ലാതെ പിന്നെ കുറേ സാധനങ്ങളൊന്നും ഞാൻ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നൊന്നുമില്ല. കുറച്ച് പർച്ചേസിങ്ങിലാക്കിയിട്ടു. പിന്നെ ചോക്ലേറ്റ്സ് നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നതല്ലേ നാട്ടിലേക്ക് പോകുമ്പോൾ, അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ മെയിൻ പരിപാടി എനിക്ക് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഞാൻ ഇത് വേറെ ഓരോരോ കവറിലാക്കി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. എൻ്റെ കുറേ പാത്രങ്ങളും അങ്ങനെ കുറേ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കവറിലാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറേ പൊടികളും മസാല അങ്ങനെയെല്ലാം ഞാൻ ഇവിടെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ വരുന്നവർക്ക് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ തന്നെ വെക്കുന്നത്, അതൊന്നും കളയുന്നൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം പോകുന്നതിന് മുമ്പേ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇങ്ങനെ ടൈമേ കിട്ടിയിട്ടാണ്. ഞാൻ പർച്ചേസിങ്ങും അങ്ങനെയെല്ലാം ഈ പുറത്തെല്ലാം പോകുന്നതുകൊണ്ട് ടൈം കിട്ടിയിട്ടേ ഇല്ല കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാൻ. ഇന്ന് പിന്നെ എന്തായാലും പോകുന്ന ദിവസമല്ല, അതുകൊണ്ടെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നതാണ്. എനിക്ക് വേണ്ട എൻ്റെ ആവശ്യമുള്ള പാത്രങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാനൊരു കവറിലാക്കി വെക്കാമെന്ന് വിചാരിച്ച്.
ഞാൻ യൂസാക്കാത്ത തന്നെ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടായിനി. എല്ലാം ഞാനൊന്നിപ്പോൾ എടുത്ത് വെക്കുന്ന. ഇപ്പോൾ ഇവിടെ വെച്ച് പോയാൽ ഇനി വരുന്ന ആൾക്കാർ ചിലപ്പോൾ അത് കളഞ്ഞാലോ അങ്ങനെ ഒരു പേടിയുണ്ട്. ഞാൻ പിന്നെ ഒരു കവറിലാക്കിയിട്ട് ഒരു കബോർഡിലേക്ക് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് അത്യാവശ്യമുള്ളതെല്ലാം പിന്നെ വാങ്ങേണ്ട ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്ന. ഇതെല്ലാം പിന്നെ വരുന്നവർ അങ്ങനെ നമ്മളെ പാത്രങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യൂലല്ലോ. നമ്മൾ യൂസ് ചെയ്തതെല്ലാം അവരങ്ങനെ യൂസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം എടുത്ത് വെക്കുന്ന. പിന്നെ ജ്യൂസ് മെഷീനും പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിനി. അതെല്ലാം ഇപ്പോൾ കവറിലാക്കി വെക്കുന്ന. കവറിലാക്കി വെച്ചാൽ പിന്നെ പൊടിയൊന്നും പിടിക്കൂലല്ലോ. ഇങ്ങനെ എടുത്ത് വെച്ചാൽ പൊടിയെല്ലാം പിടിച്ചാലോ വിചാരിച്ച് കവറിലാക്കിയിട്ട് തന്നെ വെക്കുന്ന ഇപ്പോൾ എല്ലാം. എനിക്ക് രാത്രി 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം തന്നെ 8 മണിയായിട്ടാണ് രാത്രി. എന്നിട്ട് ഞാനിവിടെ ക്ലീനിങ്ങിൻ്റെ പണിയൊന്നും എനിക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടായിട്ടാ. പിന്നെ എല്ലാം ഒന്ന് തിരക്കുപിടിച്ച് ലാസ്റ്റ് ഉണ്ടാക്കുന്ന. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചെല്ലാം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് എടുത്ത് വെക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളെല്ലാം എല്ലാം കൂടി എനിക്കിങ്ങനെ തിരക്കുപിടിച്ച് എല്ലാം ഇത് എടുത്ത് വെക്കാനുള്ള ടൈമും ഉണ്ടായിട്ടാണ്. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴുകി വെക്കാനും ഇങ്ങനെ ക്ലീൻ ചെയ്യാനെല്ലാം ഉള്ളതാണ്. ഇവിടെ തന്നെ ഒരു സൈഡ് യൂസ് ചെയ്യാത്തൊരു കബോർഡ് ഉണ്ട്. ഇത് നമ്മളെ വാർഡ്രോബ് ഉണ്ടാകുന്നില്ലേ, അതിൽ തന്നെ എടുത്ത് വെക്കുന്ന. ഇപ്പോൾ ഈ പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യാത്തതെല്ലാം പിന്നെ കുറച്ച് കഴുകി വെക്കാനെല്ലാം ഉണ്ടായിന്. ഇപ്പം അതെല്ലാം ഒന്ന് കഴുകി വെക്കാനും ഉണ്ട്. ഇപ്പം ഇതെല്ലാം എടുത്ത് വെക്കുന്ന ടൈം നല്ല വിഷമമുണ്ട് കേട്ടോ. ഇത്ര ടൈം എനിക്കിങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിഷമം അറിഞ്ഞിട്ടേ ഉണ്ടായിട്ടാ. ഇപ്പം ഇതെല്ലാം എടുത്ത് വെക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം. ഇങ്ങനെ കുറേ നാളായില്ലേ ഇവിടെ നിൽക്കുന്നത്. നാട്ടിൽ പോയിട്ട് 7 മാസം എന്തോ ആയിട്ടാ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി പോകുമ്പോൾ ഒരു സങ്കടം തന്നെയല്ല നമുക്ക് മനസ്സിൽ. ഇപ്പോൾ ഇതാ ഏകദേശം പണിയെല്ലാം കഴിയാനായി. പിന്നെ കുറേ ലേറ്റും ആയി. പിന്നെ ഒന്നെല്ലാം തിരക്കുഴിച്ച് ലാസ്റ്റ് സ്പീഡിലൊന്ന് ആക്കി വെക്കുന്ന. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ജാറും പിന്നെ കുറച്ച് ബാസ്ക്കറ്റ് അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാനുണ്ടായി. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കുന്ന. ഇത് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു എടുത്ത് വെക്കണമെന്ന്. അത് പിന്നെ എടുത്ത് വെച്ചോളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വെക്കുന്ന. എല്ലാം ഒന്ന് കഴുകി വെക്കാനുണ്ടായി. കുറച്ചേ പാത്രങ്ങളെല്ലാം ഉള്ളൂ കഴുകി വെക്കാൻ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇതേ ഉള്ളൂ പണിയായിട്ട്. ബാക്കി പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാ ഏകദേശം എല്ലാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്. ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം എടുത്തതാണ് കേട്ടോ, പ്രിപ്പറേഷനിലെല്ലാം. പിന്നെ അധികമൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.